അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലോകത്ത് ഏറ്റവും വലിയ ഭാരമുള്ള വസ്തു എന്താണെന്ന് വിഷാദരോഗം സംഭവിച്ച ഒരു മനുഷ്യനോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവൻ ഉത്തരം പറയും, എൻ്റെ മനസ്സ് എന്ന്. പതിഞ്ഞ സ്വരത്തിലുള്ള ആ ഉത്തരം കേൾക്കേണ്ട താമസം നമ്മളൊന്ന് അത്ഭുതപ്പെട്ടു പോകും. കാരണം അവൻ്റെ മനസ്സ് എന്നുള്ളത് കൈവെള്ളയിൽ ഒതുക്കാൻ സാധിക്കാത്ത അത്രത്തോളം പ്രശ്നങ്ങളെ നേരിടുന്നൊരു വ്യക്തിയാകും വിഷാദരോഗത്തിന് അടിമയായവർ. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കുള്ള പ്രശ്നമാണ് വിഷാദരോഗം എന്നുള്ളത്. പല ചികിത്സകൾ തേടാനും, എന്നാൽ പല ചികിത്സകളും തേടുന്നത് ജനങ്ങൾ അറിയുന്നതും ഒരു മടി കാണിക്കുന്ന ഒരു സമൂഹമാണ് നമ്മിലുള്ളത്. മാനസികാരോഗ്യത്തിന് ചികിത്സ ലഭിക്കുന്നതിന് അപരാധമായി മാത്രം കാണുന്നൊരു സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് മാറണം. അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ജീവനുകൾ കത്തിക്കും കയറുകൾക്കും അടിമപ്പെട്ടു പോകും. കവിത ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓർത്തുപോയി കഷ്ടം. ചിന്ത തൻ മുറ്റമടിച്ചു വാരാനെത്തിയ പ്രമാണിയോടായി ധാവനക്കി. ചിന്ത തൻ മുറ്റമടിച്ചു വാരാനെത്തിയ പ്രമാണിയോടായി നാവനക്കി. തൻ്റെ പ്രമാണിയായ ഡോക്ടറിന് മുന്നിലോട് അവൻ പറഞ്ഞു, എനിക്ക് തീരെ വയ്യ ഡോക്ടറെ, എൻ്റെ മനസ്സിലാകെ മേഘങ്ങൾ കൂടിയതുപോലെയുള്ളൊരു ശുഷ്കാന്തിയാണ്. മേഘമൂഖങ്ങളായിരം താണ്ടി അശാന്തി തൻ പാനപാത്രം തുറന്നു. മേഘമൂഖങ്ങളായിരം താണ്ടി അശാന്തി തൻ പാനപാത്രം തുറന്നു. ലോകത്തുള്ള എല്ലാ മേഘങ്ങളും എൻ്റെ ഉള്ളിൽ ഒരു പൊടിപടലം സൃഷ്ടിക്കുകയാണ്. എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് തീരെ വയ്യ, ഒന്നും നേരിടാനുള്ള ശക്തിയില്ല. കെട്ടിയ കയറുകളോരോന്നഴിക്കാൻ, കെട്ടിയ കയറുകളോരോന്നഴിക്കാൻ കട്ടൻ്റെ കൂട്ടോട കഷ്ടതയോതി, കട്ടൻ്റെ കൂട്ടോടെ കഷ്ടതയോതി. ഡോക്ടർ അവനെ സമാധാനിപ്പിച്ചെന്നോണം, ഒരു കട്ടൻ ചായ കുടിച്ചാകാം നമുക്ക് സംസാരം. കട്ടൻ ചായ എന്ന് ഇവിടെ ഉപയോഗിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, കട്ടൻ ചായയിൽ അടങ്ങിയിരിക്കുന്ന കഫെയിൻ മനസ്സിനെ ഊർജ്ജസ്വലനാക്കാൻ സാധിക്കും. അതൊരു പരിധിവരെ ഇവനെ സമാധാനിപ്പിച്ചേക്കാം എന്ന് ഡോക്ടറുടെ ചിന്തയുദിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു സാഹചര്യം എഴുതിയത്. കട്ടൻ്റെ കൂട്ടോടെ തൻ്റെ ഭൂതകാലങ്ങളെ രോഗി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ പലതവണ കയറുകൾക്ക് മുമ്പിൽ നിന്ന് പോയിട്ടുണ്ട്, പക്ഷെ എന്തൊക്കെയോ എന്നെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. എന്തോ ഭാഗ്യം ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്താവും ആ പിന്നിലേക്ക് വലിച്ച വസ്തു? പിറകോട്ട് വലിച്ച തവക്കുലിൻ മന്ത്രം, പിറകോട്ട് വലിച്ച തവക്കുലിൻ മന്ത്രം, പിറകോട്ട് വലിച്ച തവക്കുലിൻ മന്ത്രം. ഭോഗങ്ങളോരോന്നായി വടിച്ചു നക്കി, ഭോഗങ്ങളോരോന്നായി വടിച്ചു നക്കി. ഞാനൊരു മുസ്ലിമാണ്, എങ്ങനെയോ എന്നെ ആ തവക്കുൽ, പടച്ച റബ്ബിലേക്കുള്ള തവക്കുൽ എന്നെ പിറകോട്ട് വലിച്ചു. പക്ഷേ ഞാൻ അതിൽക്കും അപ്പുറം വിഷാദരോഗത്തിന് അടിമയായതുകൊണ്ട് ഓരോ ഭോഗങ്ങളും പരീക്ഷിച്ച് നോക്കി. സ്വയം ഭോഗം, മറ്റു ഭോഗങ്ങൾ, മയക്കുമരുന്നുകളെല്ലാം പരീക്ഷിച്ച് നോക്കി. പക്ഷേ അതിലൊന്നും എനിക്ക് സംതൃപ്തി അടങ്ങാൻ സാധിച്ചില്ല. ശാന്തി കിട്ടാതലിഞ്ഞാത്മാവിനെ പോൽ, ശാന്തി കിട്ടാതലിഞ്ഞാത്മാവിനെ പോൽ മുന്നിലെ ബിംബത്തെയാട്ടി കോപം, മുന്നിലെ ബിംബത്തെയാട്ടി കോപം.
ചുറ്റുമുള്ള മനുഷ്യരെല്ലാം വെറും ബിംബങ്ങളായി മാത്രം തോന്നുന്നു. കാരണം ഇവൻ ഏറ്റുവാങ്ങുന്ന ആ കുത്തുവാക്കുകൾ, ആ മനുഷ്യർ ഉത്ഭവിക്കുന്ന ഓരോ അമ്പുകളും അവൻ്റെ നെഞ്ചിലേക്ക് തറക്കുന്ന രൂപത്തിലാണ് അവൻ അത്രത്തോളം വിഷമത്തോടെ കഴിയുന്നത്. ശാന്തി കിട്ടാതെ അലയുന്നൊരു ആത്മാവിനെ പോലെ അവൻ മുന്നിൽ കാണുന്നവരെയെല്ലാം ഒരു പാറക്കഷ്ണം പോലെ മാത്രം കാണുന്നു. താഴേക്ക് നോക്കുന്ന അധ്യാപനമൊഴിഞ്ഞ, താഴേക്ക് നോക്കുന്ന അധ്യാപനമൊഴിഞ്ഞ പ്രവാചകനെന്നോലിച്ചുപോയി ഹൃത്തിൽ, പ്രവാചകനെന്നോലിച്ചുപോയി ഹൃത്തിൽ. റസൂല് താഴെയുള്ളവരിലേക്ക് നോക്ക് എന്ന് പലപ്പോഴും എന്നെ ഉന്മേഷിപ്പിക്കാൻ വേണ്ടി പറയാറുണ്ട്, മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. പക്ഷേ ആ റസൂൽ എന്നോ എന്നിൽ നിന്നെല്ലാം മറഞ്ഞു പോയിരിക്കുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് തൻ്റെ റസൂൽ എന്നുള്ളത്. ആ തിരുദൂതരെ പോലും അവൻ മറന്നു. തൻ്റെ ദീനിൽ അവനക്കൊരു അഭയം ലഭിക്കാതെ ജനങ്ങൾ കാരണം അവൻ കുത്തുവാക്കുകളിലേക്ക് അടങ്ങി താമസിക്കാൻ മാത്രം സാധിച്ചുള്ളൂ. വത്തക്ക നൽകിയ ധൈര്യമോർത്തെങ്കിലും കാലൻ കഴുത്തിൽ കുരുക്കിട്ടു വത്തക്ക നൽകിയ ധൈര്യമോർത്തെങ്കിലും കാലൻ കഴുത്തിൽ കുരുക്കിട്ടു കാലം കുറേ കഴിഞ്ഞു. ഫലസ്തീനികളുടെ അവകാശങ്ങളെല്ലാം നേടിയുള്ള യുദ്ധങ്ങളൊക്കെ അവന് മുന്നിൽ കൊണ്ടുവന്നു. അതൊക്കെ അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ അതൊന്നും സാധിച്ചില്ല. അവസാനം കാലൻ അവൻ്റെ കഴുത്തിൽ കുരുക്കിട്ട് പൂട്ടുക തന്നെ ചെയ്തു. ഇതാണ് ഈ സമൂഹത്തിൻ്റെ പ്രശ്നം. എല്ലാ മാനസിക രോഗികളെയും വീണ്ടും തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് വലിച്ചെറിയുന്നൊരു സമൂഹം. നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓർക്കുന്നത് എന്ന ചിന്തയുടെ ചന്തയിൽ നിന്ന് കടമെടുത്ത ഏതാനും ചില വരികൾ. പലപ്പോഴും ആ മരക്കൊമ്പിൽ നിന്ന് കാക്ക പാടുകയും കുയിൽ കരയുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ആ മരക്കൊമ്പിൽ നിന്ന് കാക്ക പാടുകയും കുയിൽ കരയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നും നീ പറയുന്നത് കാക്ക കരയുന്നുണ്ടെന്നും കുയിൽ പാടുന്നുണ്ടെന്നുമാണ്. എന്നാൽ ഇന്നും നീ പറയുന്നത് കാക്ക കരയുന്നുണ്ടെന്നും കുയിൽ പാടുന്നുണ്ടെന്നുമാണ്. കാക്കയുടെ പാട്ട് കേൾക്കാനും കുയിലിൻ്റെ കരച്ചിൽ കേൾക്കാനും ഇനി ഞാൻ മാത്രം മതിയോ? കാക്കയുടെ പാട്ട് കേൾക്കാനും കുയിലിൻ്റെ കരച്ചിൽ കേൾക്കാനും ഇനി ഞാൻ മാത്രം മതിയോ? ഇവിടെ മുൻധാരണകളിലൂടെ കടന്നു പോകുന്ന ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥയെ ഒരു ഉപമയോട് ഉപമിച്ചതാണ് കവി. ശേഷം വിവേചനത്തിൻ്റെ ലോകത്തെ മറ്റൊരു ഉപമയിലൂടെ കവി വർണ്ണിക്കുകയാണ്. പാൽച്ചായക്കറിയില്ലല്ലോ വിവേചനത്തിൻ്റെ ആഴങ്ങളിൽ തിളച്ചു മറിയുന്ന കട്ടൻ ചായയുടെ പരിഭവം. പാൽച്ചായക്കറിയില്ലല്ലോ വിവേചനത്തിൻ്റെ ആഴങ്ങളിൽ തിളച്ചുമറിയുന്ന കട്ടൻ ചായയുടെ പരിഭവം. ഇനി ആ കട്ടൻ ചായയുടെ അഹങ്കാരവും, ഇനി ആ പാൽച്ചായയുടെ അഹങ്കാരവും കട്ടൻ ചായയുടെ കഥനവും കേൾക്കാൻ ഞാൻ തന്നെ മതിയോ? ഇനി ആ പാൽച്ചായയുടെ അഹങ്കാരവും കട്ടൻ ചായയുടെ കഥനവും കേൾക്കാൻ ഞാൻ തന്നെ മതിയോ? വെറുതെ ഇരിക്കുന്ന കവി എന്തുകൊണ്ട് താനിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നു? എവിടെയാണ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ താൻ എന്താണ് ഓർക്കുന്നത്? അങ്ങനെ ഓർക്കാനുള്ള കാരണമാണ് ഇനിയുള്ള വരികളിൽ കവി വിശദീകരിക്കുന്നത്. എന്നും രാത്രി നിദ്രാദേവിയുടെ തലോടലേറ്റുവാങ്ങുന്ന ഞാനിന്ന് കിനാവിൻ്റെ സൗന്ദര്യം പാടെ മറന്നിട്ടുണ്ട്. എന്നും രാത്രി നിദ്രാദേവിയുടെ തലോടൽ ഏറ്റുവാങ്ങുന്ന ഞാനിന്ന് കിനാവിൻ്റെ സൗന്ദര്യം പാടെ മറന്നിട്ടുണ്ട്. അതിനൊരു പശ്ചാത്താപമാവണം ഈ ഞാൻ എന്ന കവിത. അതിനൊരു പശ്ചാത്താപമാവണം ഈ
ഞാനെന്ന കവിത. ശേഷമുള്ള വരികളിൽ കവി തൻ്റെ ഒരു സംശയം തൻ്റെ വായനക്കാരോട് ചോദിക്കുകയാണ്. ശരിക്കും ആത്മഹത്യ എന്നത് മരണത്തിനോടുള്ള പ്രണയം കൊണ്ട് ചെയ്യുന്നതാണോ? ശരിക്കും ആത്മഹത്യ എന്നത് മരണത്തിനോടുള്ള പ്രണയം കൊണ്ട് ചെയ്യുന്നതാണോ? ജീവിതത്തിൻ്റെ അസഹ്യമായ പീഡനങ്ങൾ കൊണ്ട് തോന്നുന്നതല്ലേ? ജീവിതത്തിൻ്റെ അസഹ്യമായ പീഡനങ്ങൾ കൊണ്ട് തോന്നുന്നതല്ലേ? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് പറയുന്നവർക്കറിയുമോ ഇനി ജീവിതം പുൽകുമ്പോൾ നീറേണ്ട മുറിവുകളെപ്പറ്റി? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് പറയുന്നവർക്കറിയുമോ ഇനി ജീവിതം പുൽകുമ്പോൾ നീറേണ്ട മുറിവുകളെപ്പറ്റി? ശേഷം ഈ നീചമായ ലോകത്ത്, അതായത് ഈ ഒരു സന്തുലിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ ലോകത്ത് നിന്നൊന്ന് വിട്ടുകിട്ടാൻ വേണ്ടി തൻ്റെ പ്രിയതമയായ മരണത്തെ വിളിക്കുന്ന ഒരു രംഗമുണ്ട്. എൻ്റെ പ്രിയതമേ, ഈ ഒറ്റയ്ക്കുള്ള കാത്തിരിപ്പ് നിനക്കുള്ളതാണ്. എൻ്റെ പ്രിയതമേ, ഈ ഒറ്റയ്ക്കുള്ള കാത്തിരിപ്പ് നിനക്കുള്ളതാണ്. മഴകളിൽ നനയാതെ, ശിശിരങ്ങളിൽ പൊഴിയാതെ, ശൈത്യത്തിൽ തണുത്തുറക്കാതെ നിൻ്റെ ഒരു ഗീതാലാപനത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. മഴകളിൽ നനയാതെ, ശിശിരങ്ങളിൽ പൊഴിയാതെ, ശൈത്യത്തിൽ തണുത്തുറക്കാതെ നിൻ്റെ ഒരു ഗീതാലാപനത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിരഹത്തിൻ്റെയും വേദനയുടെയും നൊമ്പരങ്ങളുടെയും ആശയത്തിൽ കൂടിക്കഴിയുന്ന ഒരു പറ്റും മനുഷ്യന് ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. ശീർഷകം: തനിച്ചിരിക്കുമ്പോൾ ചിന്താകുലനാകുന്നത് വെറുതെയല്ല. കവിതയിലേക്ക്. താൻ തനിച്ചിരിക്കുമ്പോൾ ചിന്താകുലനാകുന്നത് വെറുതെയല്ല. താൻ തനിച്ചിരിക്കുമ്പോൾ ചിന്താകുലനാകുന്നത് വെറുതെയല്ല. മരങ്ങൾ ആകാശത്തെ താങ്ങി താങ്ങി നടുവേദനിച്ച് അറക്കുമില്ലിലേക്ക് ചേക്കേറിയത് കൊണ്ടാവണം. കുന്നുകൾ നിവർന്ന് നിന്ന് ലോറികളിൽ ഇരുത്തിയത് കൊണ്ടാവണം. കുന്നുകൾ നിവർന്ന് നിന്ന് ലോറികളിൽ ഇരുത്തിയത് കൊണ്ടാവണം. പുഴകൾ ഒഴുകി പാതയർബുദത്തിലേക്ക് ചുരുങ്ങിയത് കൊണ്ടാവണം. ജാലകപ്പാളികൾക്ക് വെയിലിനെ നാലായി മുറിച്ചിടാൻ കിട്ടാത്തത് കൊണ്ടാവണം. ജാലകപ്പാളികൾക്ക് വെയിലിനെ നാലായി മുറിച്ചിടാൻ കിട്ടാത്തത് കൊണ്ടാവണം. കവി നല്ല രൂപത്തിൽ രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഓരോ നിവൃത്തികേടിനെ വർണ്ണിക്കുകയാണിവിടെ. മരങ്ങളും കുന്നുകളും അഴിമതിയുടെ പേരിൽ വിമർശനാത്മകമായിട്ട് കൊണ്ടുപോകപ്പെടുമ്പോൾ അതു കാരണത്താലാണ് കവി ഇവിടെ വിഷണ്ണനായിട്ട് ചിന്താകുലനായിരിക്കുന്നത്. അതുപോലെ റോഡുകളിൽ പുഴകൾ, ഒലിച്ചിരുന്ന പുഴകൾ റോഡുകളിൽ കുണ്ടും കുഴിയായി മാറിയിരിക്കുകയാണ്. അന്തരീക്ഷത്തിൽ വായുമലിനീകരണം സംഭവിച്ചത് കാരണത്താൽ ഒരിക്കലും വെയിലിനെ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതാണ് കവി വർണ്ണിക്കുന്നത്. താൻ തനിച്ചിരിക്കുമ്പോൾ ചിന്താകുലനാകുന്നത് വെറുതെയല്ല. താൻ തനിച്ചിരിക്കുമ്പോൾ ചിന്താകുലനാകുന്നത് വെറുതെയല്ല. വന്ന് ചോറുണ്ണടാ എന്ന നരച്ച സ്വരം ചെവി നനയാത്തത് കൊണ്ടാവണം. വന്ന് ചോറുണ്ണടാ എന്ന നരച്ച സ്വരം ചെവി നനയാത്തത് കൊണ്ടാവണം. പോയിരുന്ന് പഠിക്കട ഹംകെ എന്ന കൂറ്റൻ ഗർജനം നിലം പരിശമായതിനാലാവണം. തല്ല് കുന്നു കയറാൻ ഒരാളില്ലാത്തതിനാലാവണം. മൺസാമ്രാജ്യം കടന്നാക്രമിക്കാൻ കിരീടം കൈ തരാത്തത് കൊണ്ടാവണം. മൺസാമ്രാജ്യം കടന്നാക്രമിക്കാൻ കിരീടം കൈ തരാത്തത് കൊണ്ടാവണം. കവി വിരഹത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും വിഷണ്ണതയിൽ ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം കേവലം അവൻ്റെ ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ അവൻ്റെ ഒപ്പം കളിക്കാൻ ഒരു കളി സുഹൃത്തോ സഹോദരങ്ങളോ പെങ്ങന്മാരോ ഇല്ലാത്തതിൻ്റെ നൊമ്പരമാണ്
കവി വർണ്ണിക്കുന്നത്. അതുകൊണ്ടാണ് കവി തനിച്ചിരിക്കുമ്പോൾ ചിന്താകുലനാകുന്നത് എന്നാണ് പറയുന്നത്. താൻ തനിച്ചിരിക്കുമ്പോൾ ചിന്താകുലനാകുന്നത് വെറുതെയല്ല. വള്ളി വരപ്പൂജ്യം സുസ്ഥിര വികസനത്തിൽ എത്തിയത് കൊണ്ടാവണം. വള്ളി വരപ്പൂജ്യം സുസ്ഥിര വികസനത്തിൽ എത്തിയത് കൊണ്ടാവണം. വള്ളി വരപ്പൂജ്യം എന്നതുകൊണ്ട് വിവരം എന്ന ആശയത്തെയും, അതുപോലെ തന്നെ നമുക്കറിയാം അറബി അക്ഷരമാലയിലെ വാവ് ഒരു രോഗം ബാധിച്ച ഒരു അക്ഷരമാണ്. അതുപോലെ രോഗം ബാധിക്കുകയും ഒരു വള്ളിയെപ്പോലെ മെലിഞ്ഞൊട്ടുകയും ചെയ്ത, തീരെ വരമില്ലാത്ത, ദൈവത്തിൻ്റെ വരം ലഭിക്കാത്ത ഒരു അവസ്ഥയിൽ സുസ്ഥിര വികസനം പ്രാപിച്ചതുകൊണ്ടാവണം ലോകം. അതുകൊണ്ടാണ് കവി ഇങ്ങനെ വിഷണ്ണനായിരിക്കുന്നത്. മേളിലൊരു വള്ളിയും താഴെയൊരു പുള്ളിയും കളമളക്കാത്തതിനാലാവണം. മേളിലൊരു വള്ളിയും താഴെയൊരു പുള്ളിയും കളമളക്കാത്തതിനാലാവണം. മേളിലൊരു വള്ളിയും താഴെയൊരു പുള്ളിയും എന്നുകൊണ്ട് കവി ചോദ്യചിഹ്നം എന്ന അർത്ഥവും വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിബറൽ ആശയങ്ങളായിട്ടുള്ള LGBT പൊളിറ്റിക്സിൻ്റെ അമ്പർല ആശയത്തെയും കവി വർണ്ണിക്കുന്നുണ്ട്. അത് അധികാരത്തിൽ കയറിയത് കൊണ്ടാവണം ഇങ്ങനെ വിഷണ്ണനായിട്ട് കവി ഇരിക്കുന്നത്. എന്നതിപ്പോഴും അദബിനെ കെട്ടിപ്പിടിക്കാത്തത് കൊണ്ടാവണം. എന്നിതിപ്പോഴും അദബിനെ കെട്ടിപ്പിടിക്കാത്തത് കൊണ്ടാവണം. കരിങ്കൊടി ആകാശം മേലെ മേപ്പ് കാണിക്കാത്തത് മൂലമാവണം. എന്ന അക്ഷരത്തിൽ തൻ്റെ മദ്രസയിലും സ്കൂളിലും പഠിച്ചു തുടങ്ങിയ വിദ്യാർത്ഥി ഇതുവരെ അദബ് എന്ന കെലിമത്തിലെ, അദബ് എന്ന വാചകത്തിലേക്ക് എത്താത്തത് മൂലമാണ് ഇത്രയും മോശമായ രൂപത്തിൽ ലോകം വികസനം പ്രാപിച്ചത്, ലോകം പുരോഗമനത്തിൻ്റെ നെറുകയിലെത്തിയത് എന്നാണ് കവി വർണ്ണിക്കുന്നത്. ആര് പറഞ്ഞു താൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓർക്കുന്നത് വെറുതെയെന്ന്? ഇരട്ടയെപ്പോലെ പേറാൻ ഞാനല്ലാത്തത് കൊണ്ടല്ലേ? ഇരട്ടയെപ്പോലെ പേറാൻ ഞാനല്ലാത്തത് കൊണ്ടല്ലേ? ഉറച്ചു നിന്നവർ ഒലിച്ചുപോയി, ചലിച്ചു പോയവർ പിടിച്ചു നിന്നതുകൊണ്ടല്ലേ? ഒരേ പണ്ടത്തെ ആശയങ്ങളിൽ ഉറച്ചു നിന്നവർ അവരൊക്കെ കഴിഞ്ഞുപോയി. എന്നാൽ പുരോഗമനത്തിൻ്റെ ആശയം ഞാൻ സ്വീകരിച്ചപ്പോൾ ഇവിടെ പിടിച്ചു നിന്നു. എന്നാൽ അതോടെ ഞാനല്ലാതെയായി മാറി എന്ന ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കവി തൻ്റെ വിരഹത്തെ അറിയിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തുടക്കത്തിൽ കാലത്തെ പറഞ്ഞ് ഇടക്കാലത്ത് ചില ഓർമ്മകൾ സ്മരിച്ച് പിന്നീട് പല സത്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന, എന്നാൽ അവസാനമില്ലാത്തൊരു കവിത. ഈ കവിത പിറക്കുന്നത് ഭാവിയിൽ നിന്നാണ്. ഇരുകാലം ജീവിച്ച, ഇരുകാലുകളുണ്ടായിരുന്ന, എന്നാൽ ഇരുകാലുകളില്ലാത്ത, ജീവനുണ്ടായിരുന്ന എന്നാൽ ജീവനില്ലാതെ ജീവിക്കുന്നൊരു ജീവൻ ഓർത്തെടുക്കുന്ന ചില ഓർമ്മകളെ അറിയാതെ കട്ടെടുത്തി കവിഹൃദയം മനസ്സിലാക്കുകയും അത് പകർത്തുകയുമാകുമ്പോൾ ഓർമ്മകളെ ചിന്തകളായി ഒരു കവിതയെ ഉയർത്തുകയാണ്, ഒരു കവിതയ്ക്ക് ജനനം കൊടുക്കുകയാണ്. ഭാവിയുടെ ചിന്തകൾ. തുടക്കത്തിൽ കാലം മരിച്ചൊരു കാലം പിറന്നു, കാലനും മരിച്ചൊരു കാലൻ പിറന്നു. ജീനിനു വിലയൊന്നാകിയാൽ അതുമതി, ജീവനു വളരാൻ ജ്ഞാനവും അതുമതി. കാലവും കഴിഞ്ഞീ ജീവൻ ജനിക്കാൻ. പറഞ്ഞ പോലെ തുടക്കത്തിൽ കാലത്തെ പറഞ്ഞ് തുടങ്ങുകയാണ്. യഥാർത്ഥ കാലം മരിച്ചിരിക്കുന്നു. ഈ കാലത്ത് കാലനും പോലും ഈ ഭാവി കാലത്തെ വേണ്ട. ഇത് പുതിയ യുഗമാണ്. സാങ്കേതിക വിദ്യകളുടെ ജീവനില്ലാതെ ജീനിനാൽ ജീവനെ പടക്കുന്നൊരു കാലം. ഒരു ജീനിൽ നിന്ന് ജ്ഞാനം വെച്ച് പല ജീവനില്ലാത്ത ജീവനുകൾ പിറവിയെടുക്കുന്നു കാലങ്ങളോളം. ഇടക്കാലം. ഇലവീഴ പൂഞ്ചിറയൊന്നിടം ഇവിടം പടുക്കും കഥ മാത്രം. മഴയോ പുഴയോ കാടോ മേടോ മിഴിയിൽ പതിക്കും നീലയിലാടോ. ഇനി എന്നെ പടുക്കും ജീവനിനോർമ്മകൾ മാത്രം. ഇടക്കാലത്ത് ഓർമ്മകളെ സ്മരിക്കുകയാണ്. ഇലവീഴ പൂഞ്ചിറയെന്ന് പാടി പറഞ്ഞൊരു കാലം, പ്രകൃതിയുടെ സുന്ദരമായൊരു കാലം. ഈ കാലത്ത് വീണ്ടും വീണ്ടും
പടുത്തു പറയപ്പെടുന്ന ഒരു കഥ മാത്രമായി മാറുകയാണ്. ചെറുപ്പത്തിൽ ആർത്തുലസിച്ചിരുന്ന, ആസ്വദിച്ചിരുന്ന പ്രകൃതിയുടെ ഒരു സൗന്ദര്യവും മനോഹാരിതവും ഈ കാലത്തില്ല. എല്ലാം മിടിയാൽ മാത്രം കാണാൻ സാധിക്കുന്ന സ്ക്രീനിൻ്റെ നീല വെളിച്ചത്തിൽ മാത്രം കാണാൻ സാധിക്കും. പിന്നീട് പല കുറി നടക്കാനാൻ എന്നെ പിളർക്കും ഒരയും ഉരുളും ചക്രവും ചുമരുകൾ മനം തൊട്ട് മണക്കാനൊന്ന് മരണവിലയിൽ മണ്ണിന്ന് പതിവായി മരിക്കും ഓർമ്മ തന്നെ. പറയുകയാണ്, പലകുറി പണ്ടത്തെ പോലെ യഥാർത്ഥ ജീവനുണ്ടായിരുന്ന കാലത്ത് നടന്നിരുന്ന പോലെ നടക്കാനാകുമ്പോൾ എനിക്ക് കാലുകളുണ്ടായിരുന്നില്ല, വെറും ചക്രങ്ങൾ മാത്രം. മണ്ണില്ലാതെ പരുത്ത നിരത്ത് ഒരന്നുരുളുന്ന ചക്രങ്ങൾ മാത്രം. ഇവിടെ ഈ കാലത്ത് മണ്ണിനും പൊന്നും വിലയാണ്. എന്നും ജനിക്കുന്ന ഒരോർമ്മ. കാലം മരിച്ചൊരു കാലം പിറന്നു, കാലനും മരിച്ചൊരു കാലം പിറന്നു. ജീനിനു വിലയൊന്നാകയാൽ അതു മതി, ജീവനു വളരാൻ ജ്ഞാനവും അതു മതി. കാലവും കഴിഞ്ഞീ ജീവൻ ജനിക്കാൻ. കാലം മരിച്ചൊരു കാലം പിറന്നു, കാലനും മരിച്ചൊരു കാലൻ പിറന്നു. ജീനിനു വിലയൊന്നാകയാൽ അതു മതി, ജീവനു വളരാൻ ജ്ഞാനവും അതു മതി. കാലവും കഴിഞ്ഞീ ജീവൻ ജനിക്കാൻ. ഇല വീഴാ പൂഞ്ചിറയൊന്നിടം ഇവിടം പടുക്കും കഥ മാത്രം. മഴയോ പുഴയോ കാടോ മേടോ മിഴിയിൽ പതിക്കും നീലകിലാടോ. ഇനി എന്നെ പടുക്കും ജീവനിനോർമ്മകൾ മാത്രം. പല കുറി നടക്കാനാൻ എന്നെ പിളർക്കും മൊരയും മുരുളും ചക്രവും ചുവരുകൾ മനം തൊട്ട് മണക്കാനൊന്ന് മരണവിലയിൽ മണ്ണിന്ന് പതിവായി മരിക്കും ഓർമ്മ തന്നെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏകാന്തത ഇത്രമേൽ കൂടെയുള്ളപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ഒറ്റക്കാകും? പ്രിയ കവി വീരാൻകുട്ടി സാറ് ഏകാന്തതയെ അത്രമേൽ പ്രണയിച്ച് വർണ്ണിച്ചെഴുതുന്ന വരികളാണിത്. ശരിയാണ്, ഏകാന്തത കൂടെയുള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് നാമൊക്കെ ഇത്രമേൽ ഒറ്റപ്പെട്ടു പോകുന്നത്? കവിത പുനർജനനം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ സുഖമാണ്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ സുഖമാണ്. ഒറ്റയും തെറ്റയുമായി തലച്ചോറ്റിലും ഞരമ്പിലും ഹൃത്തിലുമൊക്കെ മേഞ്ഞു നടക്കുന്ന, ഒറ്റയും തെറ്റയുമായി തലച്ചോറ്റിലും ഞരമ്പിലും ഹൃത്തിലുമൊക്കെ മേഞ്ഞു നടക്കുന്ന മരിച്ച വാപ്പയും തേച്ചോളും കരഞ്ഞ ഞാനുമൊക്കെ ഒരിടത്ത് വന്നിരിക്കും വരിയായി. മേഞ്ഞു നടക്കുന്ന മരിച്ച വാപ്പയും തേച്ചോളും കരഞ്ഞ ഞാനുമൊക്കെ ഒരിടത്ത് വന്നിരിക്കും വരിയായി. വീരാൻകുട്ടി സാറ് പറഞ്ഞു വെച്ച പോലെ ഏകാന്തത വരുമ്പോൾ പിന്നെ നാം എങ്ങനെയാണ് ഒറ്റക്കാകുന്നത് എന്നുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണിത്. ഏകാന്തത വരുമ്പോൾ ഒറ്റക്കല്ല വരിക, നമ്മുടേത് മാത്രമായ നമുക്ക് മാത്രമുള്ളതായ ചില ഓർമ്മകളെയും കൂട്ടി വന്ന് അത് നമ്മുടെ ഏകാന്തതയെ മാറ്റിത്തരും. കവി തുടരുന്നു. എന്നിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ വാങ്ങിത്തന്ന അതേ മിഠായി വാങ്ങിത്തന്ന് ഉപ്പ ചോദിക്കും, എന്താ പാട്? ഞാൻ പറയും, മിഠായിക്ക് മധുരം കുറവാണ്. എന്നിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ വാങ്ങിത്തന്ന അതേ മിഠായി വാങ്ങിത്തന്ന് ഉപ്പ ചോദിക്കും, എന്താ പാട്? ഞാൻ പറയും, മിഠായിക്ക് മധുരം കുറവാണ്. ഉപ്പയുടെ തൻ്റെ മകൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചുള്ള എന്താ പാട് എന്നുള്ള ആ ചോദ്യത്തിന് കവി ഉത്തരമേകുന്നത് എല്ലാ അർത്ഥവും ഉൾക്കൊള്ളിച്ച ആ ഒരു വാക്കുകളിലാണ്. മിഠായിക്ക് മധുരം കുറവാണ്. അതെ, മിഠായിക്ക് പഴയ പോലത്തെ അത്ര മധുരമില്ല ഇപ്പോൾ.
കവി തുടരുന്നു. ഘനീഭവിച്ച മേഘങ്ങളിൽ നിന്നൊരു തുള്ളി വന്ന് കവിൾ തൊടുമ്പോൾ ഉപ്പ സലാം പറയും. ഘനീഭവിച്ച മേഘങ്ങളിൽ നിന്നൊരു തുള്ളി വന്ന് കവിൾ തൊടുമ്പോൾ ഉപ്പ സലാം പറയും. കവി ഘനീഭവിച്ച മേഘങ്ങളെ കണ്ണിൽ കെട്ടിക്കിടക്കുന്ന തൻ്റെ ഉപ്പയോടുള്ള സ്നേഹത്തെ, ഉപ്പ മരിച്ചതിലുള്ള സങ്കടത്തെ വർണ്ണിക്കുകയാണ്. ഉപ്പ അങ്ങനെ സലാം പറഞ്ഞ് കണ്ണീര് കാണുമ്പോൾ ഉപ്പ പിരിഞ്ഞു പോകും. കവി പറയുന്നു, ഓള് വരുമ്പോൾ കണ്ണ് തുറന്ന് ഓളെ ഇനി കാണണ്ടെന്ന് വെക്കും. തന്നെ വേണ്ടെന്ന് വെച്ച് പോയാൽ തൻ്റെ പഴയ ഓള് വരുമ്പോൾ കണ്ണ് തുറന്ന് ഓളെ ഇനി കാണണ്ടെന്ന് വെക്കും. എന്തേ കണ്ണ് തുറക്കാൻ കാരണം? ഓർമ്മകൾ നാം എപ്പോഴും കണ്ണ് അടച്ച് ആ നിർവൃതിയിൽ കാണാനാണ് നാം ഇഷ്ടപ്പെടുന്നത്. കണ്ണ് തുറക്കുമ്പോൾ അത് പിന്നെ നമ്മുടെ മുന്നിൽ അങ്ങ് മാഞ്ഞു പോയിക്കോളും. കവി തുടരുന്നു, എന്നും മാറാത്ത ഓളെ പിടിവാശി കണ്ണടച്ചൊന്ന് തുറിച്ചു നോക്കുമ്പോൾ പൊയ്ക്കോളും. കണ്ണ് തുറന്നു നോക്കിയിട്ടും പോകാത്ത അവളുടെ പിടിവാശി കണ്ണടച്ചൊന്ന് നോക്കുമ്പോൾ ആ ചൂടേറ്റ് അവളവിടുന്ന് പോയിക്കോളും. കവി വീണ്ടും തുടരുന്നു, ഇതിനൊക്കെ ഇടക്ക് വരിയൊക്കെ തെറിപ്പിച്ചൊരു വരവുണ്ട് പടച്ചോന്. അതെ, കവി ഇനി എല്ലാം കഴിഞ്ഞ് തൻ്റെ മനസ്സൊഴിഞ്ഞിരിക്കുമ്പോൾ മനസ്സിലേക്ക് കയറി വരുന്ന പടച്ചോനെ കുറിച്ച് പറയുകയാണ്. ഇതിനൊക്കെ ഇടക്ക് വരിയൊക്കെ തെറിപ്പിച്ചൊരു വരവുണ്ട് പടച്ചോന്. കണ്ണിൽ കെട്ടിക്കിടന്ന മേഘങ്ങളൊക്കെ പേടിച്ച് മൂത്രമൊഴിക്കും. കവി മുമ്പ് സൂചിപ്പിച്ച, കണ്ണിനെ ഉപമിച്ച ഘനീഭവിച്ച മേഘങ്ങളിൽ നിന്നുള്ള ആ അതേ വരികളോടുള്ള ആശയത്തിന് ആ വരികളിലോട് തന്നെ ഉപമിച്ചുകൊണ്ട്, അതേപോലെ തന്നെ കണ്ണിനെ മേഘങ്ങളോട് ഉപമിച്ചുകൊണ്ട് കവി പറയുകയാണ്, കണ്ണിൽ കെട്ടിക്കിടന്ന മേഘങ്ങളൊക്കെ പേടിച്ച് മൂത്രമൊഴിക്കും. അലിവ് കൊണ്ട് അലിയുന്നതുമാവാം. പടച്ചവൻ്റെ റഹ്മത്ത് കണ്ട് മേഘങ്ങൾ തൻ്റെ കണ്ണിൽ നിന്നുള്ള കണ്ണുനീര് അലിഞ്ഞു പോകുന്നതുമാവാം. എല്ലാവരെയും കൂട്ടിലടച്ച് ഒടുക്കം പടച്ചോനും പോകുമ്പോൾ, എല്ലാവരെയും കൂട്ടിലടച്ച് ഒടുക്കം പടച്ചോനും പോകുമ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓർമ്മകളൊക്കെ തുടച്ചു കളഞ്ഞ് പടച്ചോനെന്ന തൻ്റെ ആ ഒരു ചിത്രത്തെ മാത്രം തൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് പടച്ചോൻ അവിടെ നിന്ന് പോകുമ്പോൾ കവി പറയുകയാണ്, എല്ലാവരെയും കൂട്ടിലടച്ച്, ഈ കൂട്ടിലടച്ച് എന്നുള്ള പ്രയോഗം മുമ്പ് മേഞ്ഞ് നടക്കുന്ന ഓർമ്മകളെന്ന് കവി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അതേ മേഞ്ഞ് നടക്കുന്ന മൃഗങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും കൂട്ടിലടച്ച്, എല്ലാവരെയും കൂട്ടിലടച്ച് ഒടുക്കം പടച്ചോനും പോകുമ്പോൾ ഞാൻ പെറ്റ് വീണ് കരയും. ഫിത്രത്ത് എന്നുള്ള ഇസ്ലാമിലെ ആശയം ജനിച്ച കുട്ടിയെ പോലെയാകും എന്ന ആ ഒരു നിഷ്കളങ്കതയുടെ പ്രയോഗം കൂടിയാണ് കവി ഇവിടെ ഉദ്ധരിക്കുന്നത്. എല്ലാവരെയും കൂട്ടിലടച്ച് ഒടുക്കം പടച്ചോനും പോകുമ്പോൾ ഞാൻ പെറ്റ് വീണ് കരയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. തന്നിട്ടുള്ള വിഷയം ഒറ്റയ്ക്കിരിക്കുമ്പോൾ. ആദ്യം കവിത വായിക്കുകയാണ്. കവിത കനൽ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാനൊരു മാന്ത്രികനാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാനൊരു മാന്ത്രികനാണ്. അല്ല, ദൈവമെന്ന മാന്ത്രികൻ്റെ സേവക്കുള്ള തീക്കുണ്ടാരം. അല്ല, ദൈവമെന്ന മാന്ത്രികൻ്റെ സേവക്കുള്ള തീക്കുണ്ടാരം. സമൂഹമെൻ്റെ മന്ത്രവും. സമൂഹമെൻ്റെ മന്ത്രവും. ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളുടെ ചിന്തകളെ സേവ ചെയ്യുന്ന മാന്ത്രികൻ്റെ തീകുണ്ടാരത്തോട് ഉപമിക്കുകയാണ് കവി. കനലിനെ ആളിക്കത്തിക്കുന്ന ഭസ്മപ്പൊടി ചിന്തകളും നെടുവീർപ്പുകളും. കനലിനെ ആളിക്കത്തിക്കുന്ന ഭസ്മപ്പൊടി ചിന്തകളും നെടുവീർപ്പുകളും. ഇടക്കൊക്കെ ദൈവമലറും. ഇടക്കൊക്കെ ദൈവമലറും. നിറം മാറിയ പൊടി സങ്കല്പങ്ങൾ ചൂടിൻ്റെ കാലുഷ്യത്തിലേക്ക് ഒരൊറ്റ ഏറാണ്. ഇടക്കൊക്കെ ദൈവമലറും. നിറം മാറിയ പൊടി സങ്കല്പങ്ങൾ ചൂടിൻ്റെ കാലുഷ്യത്തിലേക്ക് ഒരൊറ്റ ഏറാണ്, ഒരു പ്രതിരോധത്തിന് ഇട നൽകാതെ. ഇവിടെ മാന്ത്രികൻ തൻ്റെ കയ്യിലിരിക്കുന്ന പൊടി തീകുണ്ടാരത്തിലേക്ക് എറിയുന്ന രംഗമാണ്. ഇക്കുറി സ്ഫോടനം വിഭ്രമാത്മകമായിരുന്നു.
വിപ്ലവാത്മകവും. ഇക്കുറി സ്ഫോടനം വിപ്ലവാത്മകവും. ചിന്തകൾ കാടുകയറി. കാടും മേടും മലയും കടന്ന് വാനോളമുയർന്നു. ചിന്തകൾ കാടുകയറി. കാടും മേടും മലയും കടന്ന് വാനോളമുയർന്നു. അവിടെയുണ്ട് മാന്ത്രികനിരിക്കുന്നു. കത്തിയ കതൽ മാന്ത്രികനെ വലഞ്ഞ് വട്ടം പിടിച്ച് മന്ത്രത്തോട് ചേർന്നു. കത്തിയ കനൽ മാന്ത്രികനെ വലഞ്ഞ് വട്ടം പിടിച്ച് മന്ത്രത്തോട് ചേർന്നു. ദൈവം ചോദിച്ചു, കുഞ്ഞെ എന്തിനിത്രയും നീ ക്ഷോഭിച്ചു? ദൈവം ചോദിച്ചു, കുഞ്ഞെ എന്തിനിത്രയും നീ ക്ഷോഭിച്ചു? അന്നേരം ചിന്തകളുടെ ഭാണ്ഡം ദൈവത്തിന് കൈമാറി. തിരികളിലൊരുത്തന് സമൂഹത്തോട് വെറുപ്പാണ്. ചിതലരിക്കേണ്ട ചിന്തകൾ, ആശയങ്ങൾ, സന്ദേശങ്ങൾ മുറുകെ പിടിക്കുന്നവരാണവർ. കനലൊരുത്തിക്ക് ജീവിതത്തോടും അലക്കിയിട്ടും തേച്ചിട്ടും ചുളിവ് മാറുന്നില്ലെന്ന് കുടുകുടെ കേട്ട് ഇല്ലാത്ത ചുളിവിനെ നോക്കിയാണ് അവളുടെ നെറ്റിയും മുഖവും ചുളിഞ്ഞു പോയത്. തേച്ചിട്ടും അലക്കിയിട്ടും ചുളിവ് മാറുന്നില്ലെന്ന് കുടുകുടെ കേട്ട് ഇല്ലാത്ത ചുളിവിനെ നോക്കിയാണ് അവളുടെ നെറ്റിയും മുഖവും ചുളിഞ്ഞു പോയത്. ഒന്നിനും രുചിയില്ലെന്നും മണമില്ലെന്നും കൊണമില്ലെന്നും കേട്ട് തൻ്റെ കണ്ണുനീരുകളാണ് കറിയിലെ ഉപ്പ് പാകമാക്കിയിരുന്നത്. ഒന്നിനും രുചിയില്ലെന്നും മണമില്ലെന്നും കൊണമില്ലെന്നും കേട്ട് തൻ്റെ കണ്ണുനീരുകളാണ് കറിയിലെ ഉപ്പിനെ പാകമാക്കിയിരുന്നത്. ഉണക്കാനിട്ട വസ്ത്രങ്ങളും സ്വപ്നങ്ങളോടൊപ്പം ഉണക്കുന്നവളാണവൾ. ഉണക്കാനിട്ട വസ്ത്രങ്ങളോടൊപ്പം തൻ്റെ സ്വപ്നങ്ങളും ഉണക്കാനിട്ടവളാണവൾ. കവി തൻ്റെ തീയിനെ ചിന്തയോട് സങ്കല്പിച്ച തിരികളിൽ ഓരോരുത്തരെ വിഷമങ്ങൾ ദൈവത്തോട് പറയുകയാണ്. ലിംഗനിർണയം നിഷേധിച്ച കനലുകൾ പാൾ ജന്മങ്ങളാക്കിയതെന്തിനെന്ന് ക്ഷോഭത്തോടെ ചോദിച്ചു. ലിംഗനിർണയം നിഷേധിച്ച കനലുകൾ പാൾ ജന്മമാക്കിയതെന്തിനെന്ന് ക്ഷോഭത്തോടെ ചോദിച്ചു. തന്നെ വരിഞ്ഞ കനലുകൾ ദൈവം വേർപ്പെടുത്തി. അന്നേരം തന്നെ വരിഞ്ഞ കനലുകൾ ദൈവം വേർപ്പെടുത്തി. തീ അണഞ്ഞു. ചിന്തകളോട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ വരാനാരാഞ്ഞ് ഭാവി അറിയാതെ ദിശയോട് ചേർന്നു. തീ അണഞ്ഞു. ചിന്തകളോട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ വരാനാരാഞ്ഞ് ഭാവി അറിയാത്ത ദിശയോട് അയാൾ ചേർന്നു. കവി പറയുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ കവിയുടെ ചിന്തകളിലേക്ക് കടന്നു വരുന്നത് സമൂഹത്തെക്കുറിച്ചാണ്. സമൂഹത്തെക്കുറിച്ചും സമൂഹത്തിലെ വൈരുദ്ധ്യങ്ങളായ ചിന്താധാരകളെക്കുറിച്ചും സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥകളെക്കുറിച്ചും സ്ത്രീകളോ പുരുഷന്മാരോ എന്ന് വിളിക്കാൻ പറ്റാത്ത അവസ്ഥകളെക്കുറിച്ചുമൊക്കെയാണ് കവി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ കവി നിഷേധാത്മക ചിന്തകളിലൂടെ വിഷാദത്തിലേക്കോ മറ്റോ പോകുന്നില്ല, മറിച്ച് തൻ്റെ ചുറ്റുപാട് നടക്കുന്ന സമൂഹങ്ങളെക്കുറിച്ചും സമൂഹത്തിലെ പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങളെക്കുറിച്ചുമാണ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ കവി ചിന്തിക്കുന്നത്. കവിത അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലെങ്കിലും ഓർത്തോർത്തിരിക്കാൻ ഒറ്റക്കിരിപ്പാണ് നല്ലത്. ഒറ്റക്കിരിക്കുന്നവരാരും ഒറ്റപ്പെടുന്നില്ല. മറ്റുള്ളവരുടെ ഓർമ്മകൾക്ക് കൂട്ടിരിക്കുകയാണവർ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്ന മുരുകൻ കാട്ടാക്കടയുടെ വരികൾ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. വസിയ്യത്തിൻ്റെ പുസ്തകം. വിടരും മുമ്പേ കൊഴിഞ്ഞു പോകുന്നു ഇതളുകൾ സഖീ, നിന്നോർമ്മകളുടെ നനവ് എന്നിലേക്ക് പടരാൻ മടിക്കുന്ന പോലെ. വിടരും മുൻപേ കൊഴിഞ്ഞു പോകുന്നു ഇതളുകൾ സഖീ, നിന്നോർമ്മകളുടെ നനവ് എന്നിലേക്ക് പടരാൻ മടിക്കുന്ന പോലെ. നമുക്കിടയിൽ നിറഞ്ഞു പെയ്ത മഴ പെട്ടെന്ന് തോർന്നു പോയ പോലെ.
നമുക്കിടയിൽ നിറഞ്ഞു പെയ്ത മഴ പെട്ടെന്ന് തോർന്നു പോയ പോലെ. നഷ്ടകാല പ്രണയങ്ങളെന്നും നമ്മുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവായി എന്നും ഒരു നോവായി നീറ്റലായി അവശേഷിക്കും. കവി തൻ്റെ നഷ്ടകാല പ്രണയത്തെ ഓർത്തെടുക്കുകയാണ്. ഞാൻ കാതുകൂർപ്പിക്കുന്നു നമുക്കിടയിൽ മാത്രമുണ്ടായിരുന്ന സല്ലാപങ്ങളെ ഓർത്തെടുക്കാൻ. ഞാൻ കാതുകൂർപ്പിക്കുന്നു നമുക്കിടയിൽ മാത്രമുണ്ടായിരുന്ന സല്ലാപങ്ങളെ ഓർത്തെടുക്കാൻ. എന്നിട്ടും എന്തേ സഖി നിന്നോർമ്മകളുടെ നനവ് എന്നിലേക്കു പടരാൻ മടിക്കുന്നു. എന്നിട്ടും എന്തേ സഖി നിന്നോർമ്മകളുടെ നനവ് എന്നിലേക്കു പടരാൻ മടിക്കുന്നു. കവി തൻ്റെ പ്രണയത്തെക്കുറിച്ച് ഏകാഗ്രമായി മനസ്സിനെ ഏകാഗ്രമായി ഒരൊറ്റ ബിന്ദുവിലേക്ക് സമർപ്പിച്ച് ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടും തൻ്റെ നഷ്ടകാല പ്രണയത്തെക്കുറിച്ച് കവി മറന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അസഹനീയമായ ഒരു കാഴ്ചപ്പാടാണ് കവി ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒസിയത്ത് എഴുതി തുടങ്ങുന്നു. മീസാൻ കല്ലുകൾ വെച്ച് അതിനു നേരെ മുല്ലത്തണ്ടുകൾ നാട്ടാതിരിക്കുക. മീസാൻ കല്ലുകൾ വെച്ച് അതിനു നേരെ മുല്ലത്തണ്ടുകൾ നാട്ടാതിരിക്കുക. ഒറ്റക്കിരിപ്പിൻ്റെ ഓർമ്മകൾ ഇനിയും തളിർക്കാതിരിക്കാനാണത്. ഒറ്റക്കിരിപ്പിൻ്റെ ഓർമ്മകൾ ഇനിയും തളിർക്കാതിരിക്കാനാണത്. ചില ഓർമ്മകൾ നാം മരിച്ചു കഴിഞ്ഞാൽ പോലും ഓർക്കാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ ഓർക്കുക എന്നത് അസാധ്യമാണെങ്കിലും ചില ഓർമ്മകൾ നമ്മളുടെ ജീവിതകാലത്തും അതിനുശേഷവും നാം വെറുക്കും. അങ്ങനെയൊരു പ്രണയമായി പോയി എൻ്റേത് എന്ന് കവി വിശദീകരിക്കുകയാണ്. എൻ്റെ കവിളുകൾ മണ്ണിൽ ചിത്രം വരയ്ക്കാനൊരുങ്ങുമ്പോൾ ചുണ്ടിനിടയിൽ നിങ്ങൾ നനവു കണ്ടേക്കാം. എൻ്റെ കവിളുകൾ മണ്ണിൽ ചിത്രം വരയ്ക്കാനൊരുങ്ങുമ്പോൾ ചുണ്ടിനിടയിൽ നിങ്ങൾ നനവു കണ്ടേക്കാം. തെറ്റിദ്ധരിക്കരുത്, ഒറ്റക്കിരിപ്പിൻ്റെ ബാക്കി പത്രങ്ങളാണവ. തെറ്റിദ്ധരിക്കരുത്, ഒറ്റക്കിരിപ്പിൻ്റെ ബാക്കി പത്രങ്ങളാണവ. ഓർമ്മകളുടെ തിരയിളക്കങ്ങളിലെ ഒരിറ്റ് കണ്ണുനീർ. ഓർമ്മകളുടെ തിരയിളക്കങ്ങളിലെ ഒരിറ്റ് കണ്ണുനീർ. കവി താൻ മരിച്ചു കഴിഞ്ഞ് മൃതശരീരം മണ്ണോട് ചേർക്കുമ്പോഴും ഒരിക്കലും എൻ്റെ ചുണ്ടിനിടയിലെ നനവ് കണ്ട് അത് തൻ്റെ കാമുകിയുടെ ഓർമ്മകളുടെ നല്ല നനവാണെന്ന് വിചാരിക്കരുത്. മറിച്ച് തൻ്റെ നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കണ്ണുനീരിൻ്റെ ഒരിറ്റ് നനവാണ് അതെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ കവിത. ഉമ്മ പെയ്തൊഴിഞ്ഞന്നു രാത്രി ഇരുൾ മുറ്റിയ നേരം നോക്കി എന്നെ ആരോ വിളിച്ചുണർത്തി. ഉമ്മ പെയ്തൊഴിഞ്ഞന്നു രാത്രി ഇരുൾ മുറ്റിയ നേരം നോക്കി എന്നെ ആരോ വിളിച്ചുണർത്തി. പിറക്കാതെ പോകുന്ന കുഞ്ഞിൻ്റെ നിലവിളി കേട്ടിട്ടായിരിക്കണം വെളിച്ചമുള്ള കണ്ണുനീർ പൊഴിച്ച് ഉമ്മ പോയത്. പിറക്കാതെ പോകുന്ന കുഞ്ഞിൻ്റെ നിലവിളി കേട്ടിട്ടായിരിക്കണം വെളിച്ചമുള്ള കണ്ണുനീർ പൊഴിച്ച് ഉമ്മ പോയത്. ഉമ്മോർമ്മകൾ എന്നും മനുഷ്യൻ്റെ ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. എന്നാൽ ജനിക്കുമ്പോൾ തന്നെ ഉമ്മ പിരിഞ്ഞു പോവുക എന്നത് ഒറ്റപ്പെടലിൻ്റെ വലിയൊരു രൂപമാണ് ആയിട്ടാണ് കവി ഇവിടെ വിശദീകരിക്കുന്നത്. പിന്നീടുള്ള കാലമത്രയും നേരം ഇരുട്ടുമ്പോൾ ഉമ്മോർമ്മകൾ തേടി ഞാൻ അലയും. ഒറ്റക്കിരിപ്പ് ശീലമായിരുന്നു, ഒറ്റക്കിരിപ്പ് ശീലമായിരുന്നു. ഓർമ്മകൾ മരവിച്ചതുകൊണ്ടാകാം. കാലങ്ങൾക്ക് ശേഷം ഇരുട്ടുള്ള രാത്രി വെളിച്ചം തേടി ഞാൻ ഇറങ്ങി. കാലങ്ങൾക്ക് ശേഷം ഇരുട്ടുള്ള രാത്രി വെളിച്ചം തേടി ഞാൻ ഇറങ്ങി. ഒടുക്കം പൊടി പിടിച്ച് കിടന്നൊരു മിസാൻ കല്ലിനിടയിലെ കുറ്റി വീഴുന്ന ഇരുട്ടിൽ നിന്നും പ്രവഹിക്കുന്നതത്രയും വെളിച്ചത്തിൻ്റെ കണികകളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഒടുക്കം പൊടി പിടിച്ച് കിടന്നൊരു മിസാൻ കല്ലിനിടയിലെ കുറ്റി വീഴുന്ന ഇരുട്ടിൽ നിന്നും പ്രവഹിക്കുന്നതത്രയും വെളിച്ചത്തിൻ്റെ കണികകളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവസാനമായി കവി തൻ്റെ ഉമ്മയുടെ മീസാൻ കല്ലിന് ഖബറിനരികിൽ പോയി ആ ബന്ധം പുനഃസ്ഥാപിക്കുകയാണ്. ഓർമ്മകളുടെ കെട്ടുപാടുകൾ ഉമ്മയുടെ പൊക്കിൽ കൊടിയിൽ നിന്നും കവിയിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ്. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.